ഇത് നമ്മളെല്ലാവരും കേൾക്കുന്ന കാര്യമാണ്. കൂട്ടാത്മഹത്യ, മക്കളും അമ്മയും അച്ഛനും എല്ലാവരുടെയും ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരോഗ്യമുള്ളൊരു ശരീരം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങൾ ഇതിനെല്ലാം ചിന്തിക്കുന്ന ഒന്ന് രണ്ട് കാരണങ്ങൾ, ഒന്നില്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ഇത്രയും നാളും നിങ്ങൾ ജീവിച്ച ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറുമ്പോൾ ബന്ധുക്കൾ, അല്ലെങ്കിൽ സമൂഹം, അഭിമാനം, ഇതൊക്കെയാണ് നിങ്ങൾ മുന്നിൽ നിർത്തുന്നത്. ഇതൊക്കെ കാരണമാണ് നിങ്ങൾ ഈ ആത്മഹത്യ ചെയ്യുന്നത്. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ മക്കളും പോന്നോട്ടെ, അവരിവിടെ കിടക്കണ്ട. അത് നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അങ്ങനെ പല പ്രാവശ്യം തോന്നിയിട്ടാണല്ലോ. നമ്മൾ പെട്ടെന്നല്ല ചെയ്യുന്നത്, പല പ്രാവശ്യം തോന്നുമായിരിക്കും. ആ തോന്നുന്ന സമയത്ത് നിങ്ങൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റുകൾ കിടക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ പോവാം, അല്ലെങ്കിൽ അതുപോലെ അസുഖങ്ങൾ കാര്യമായിട്ട് വന്ന് കിടക്കുന്ന ആളുകൾ കിടക്കുന്ന ഹോസ്പിറ്റലിലൊക്കെ പോയി അവരൊരു 2 ആഴ്ചയൊക്കെ കാണാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഈ ഭൂമിയിൽ നമുക്ക് ഒട്ടും ഇതാവാണ്ടത്, നമുക്കിടെ ആരോഗ്യമില്ലാത്തൊരു ശരീരം നമുക്കുണ്ടാവുമ്പോഴാണ് നമ്മൾ തോറ്റുപോകുന്നത്. അതുവരെ നമ്മൾ ആരുടെയും മുന്നിൽ തോൽക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ജീവിതം എന്ന് പറയുന്നത് ഒരു ജന്മമുള്ളൂ, അത് ജീവിക്കാനുള്ളതാണ്. അത് ജയിച്ച് കാണിക്കാൻ പറ്റുന്ന അത്രയും സമയം നമ്മൾ ജയിച്ച് കാണിക്കണം. തോൽവികളൊക്കെ ഉണ്ടാകും, തോറ്റോടത്തുനിന്ന് തന്നെയാണ് എല്ലാവരും ജയിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തകളിലേക്ക് പോകുമ്പോൾ ഞാൻ പറയുന്ന പോലെ ഇങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് ചിന്തിക്കുക. പിന്നെ അഭിമാനവും സമൂഹവും അല്ലെങ്കിൽ ബന്ധുക്കളും ഒന്നിനെ നിങ്ങൾ ഇതാക്കിയെടുക്കരുത്. അവരൊന്നുമല്ല നിങ്ങളുടെ ജീവിതം നിർണ്ണയിക്കേണ്ടത്, നിങ്ങൾ മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കൂലിപ്പണി എടുത്താണെങ്കിലും നമ്മുടെ മക്കളെ പുലർത്താമെന്നൊരു ധൈര്യം മാത്രം മനസ്സിലുണ്ടായാൽ മതി. നിങ്ങൾക്ക് ഇനിയാണെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവർ കുറച്ചെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിയല്ല?